യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ടുള്ള ചർച്ചകളിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്മാറിയതായി വാർത്ത വരുന്നു. ഡൊണാൾഡ് ട്രംപും ഈ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നറിയുന്നു. എന്നാൽ വോളോഡിമിർ സെലൻസ്കി തുർക്കിയിൽ നടക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് അങ്ങോട്ട് യാത്ര തിരിച്ചു എന്ന വാർത്ത വരുമ്പോൾ പി ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പി ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തെളിഞ്ഞതായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അപ്രതീക്ഷിതമായി തുർക്കിയിലേക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുടിന് അപകടം മനസ്സിലായി. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്തായാലും ഒന്ന് മുങ്ങി. അദ്ദേഹം ഇതിനുവരെ പങ്കെടുക്കും. അദ്ദേഹമാണ് വെല്ലുവിളിച്ചത്. നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് സെലൻസ്കിയോട് ചോദിച്ചു. സെലൻസ്കി അത് ഏറ്റെടുത്തു, ഞാൻ തയ്യാറാണ്. അങ്ങനെ ഇസ്താൻബുളിൽ വെച്ച് നടത്താമെന്ന് പുടിൻ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അവർ ചർച്ചയ്ക്ക് തയ്യാറായി. വ്ളാഡിമിർ സെലൻസ്കി അവിടെ എത്തുന്നു. എന്തായാലും വ്ളാഡിമിർ പുടിൻ അവസാന നിമിഷം പിൻവാങ്ങി. ധൈര്യമുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വരൂ എന്നാണ് പുടിനോട് സെലൻസ്കി ചോദിച്ചത്. എന്തായാലും ഒരു ഹാസ്യ നടനായി വന്ന് പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കി പുടിനെ വെല്ലുവിളിച്ച് ജയിച്ചിരിക്കുന്നു. പക്ഷെ പുടിൻ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രതിരോധ മന്ത്രി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശകനെയൊക്കെയാണ് അയക്കുന്നത്. മെഡൻസ്കിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകൾ പങ്കെടുക്കുന്നത്. എന്തായാലും സെലൻസ്കി പങ്കെടുക്കുമെന്ന് ഉറപ്പാണ്. ട്രംപ് പങ്കെടുക്കുന്നില്ല. ട്രംപ് വിചാരിച്ചത് ഇവർ രണ്ടുപേരും വരുമ്പോൾ നിർബന്ധിച്ച് ഇവരെ കൊണ്ടൊരു വ്യാപാരവും നടത്താം, ഇവരെ കൊണ്ട് ഒരു സമാധാനത്തിൻ്റെ ചർച്ചയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാം. ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധം നിർത്തുന്നു, ഇസ്രായേൽ യുദ്ധം നിർത്തുന്നു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ താനാണ് നിർത്തിയതെന്ന് 5ാം തവണ അദ്ദേഹം അവകാശപ്പെട്ട് ഇന്ത്യ അത് കംപ്ലീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആണവ നിലയത്തിൽ ബോംബിട്ടു എന്ന വാർത്തയും ഇന്ത്യ ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ട്രംപ് നിറഞ്ഞു കളിക്കുകയാണ്. പുടിൻ അല്പം പിൻവാങ്ങിയിരിക്കുന്നു. SK. ഓക്കെ, താങ്ക് യു.